ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഹൽവയാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെയാണ് ബീട്രൂട്ട്, പാല്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു നല്ലൊരു ഹൽവ തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1/2 കിലോ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഈ നെയ്യിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഈ നെയ്യിൽ കിടന്നതൊന്ന് വെന്ത് നല്ലൊരു അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി വെള്ളമൊക്കെ വറ്റുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച് പാല്, ഒരു 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ 1 കിലോ ബീട്രൂട്ടിന് 1/2 ലിറ്റർ പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇത് നമ്മൾ തിളച്ച് വന്ന് കുറച്ചൊന്ന് കുറുകി വരുവോളം എപ്പോഴും ഇളക്കി കൊടുക്കുന്നു വേണ്ട. നല്ലോണം കുറുകി വന്നതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ സമയം ഈ ഒരു പാകത്തിലേക്ക് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ ആദ്യം തന്നെ അത് പഞ്ചസാര ഇട്ടിട്ട് കുറച്ചൊന്നും ഇട്ടിട്ട് 150 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഇതിന് കുറച്ച് പഞ്ചസാര നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മധുരം മതിയെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിലെടുക്കാം. അത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ചേർക്കുന്നത്. അതല്ല നിങ്ങൾക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്താലും മതി. അപ്പോൾ അത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഗീ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയിലിടയ്ക്കൊന്ന് നമുക്ക് കുറേശ്ശെ ഗീ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അത് നമ്മളിപ്പോൾ ഒഴിക്കണം എന്നൊന്നുമില്ല, അതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഗീൻ്റെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് അവസാനം ഒന്ന് വഴറ്റുമ്പോൾ ആദ്യം ഒഴിച്ചിട്ട് പിന്നെ അവസാനം ഒന്നും അടി പിടിക്കാതിരിക്കാൻ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച മുന്തിരിയും കാഷ്യൂനട്ടും ബദാമൊക്കെ, അത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അത് ചേർക്കാം, നട്ട്സ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ചട്ടിയിൽ പിടിക്കാതെ വിട്ട് കിട്ടുന്ന ഒരു പാകമാണ് ഈ ഹൽവയുടെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒഴിച്ച നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് ചട്ടിയിലൊന്നും പിടിക്കാണ്ട് നല്ല വിട്ട് ഇതുപോലെ നല്ല വിട്ട് കിട്ടും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലതായിട്ട് ഹൽവ മുറിച്ചെടുക്കുന്ന പോലെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുക. ഇപ്പം നല്ല സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് പാത്രത്തിലൊന്നും തട്ടാതെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായി ഒന്ന് ഹൽവയൊക്കെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്ന പോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി വെച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായി ഹൽവ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരും. താങ്ക് യു.